من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇതാ ഒരു ഈദിൽ കൂടി നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. പ്രയാസങ്ങളില്ലാതെ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ, അവനെ പ്രകീർത്തിക്കാൻ, മുസ്ലിമീങ്ങളുടെ കൂടെ ഒരുമിച്ച് ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ഏകിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലോക മുസ്ലിമീങ്ങൾ ഈ ഈദുകളിൽ മുഴക്കുന്ന തക്ബീറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വാചകങ്ങൾ നമുക്കറിയാവുന്നതുപോലെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് 3 ദിക്റുകളാണ്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വലില്ലാഹിൽ ഹംദ്. മുസ്ലിമീങ്ങൾ ഇതുരുവിട്ടുകൊണ്ടിരിക്കുന്നത്, ഇതുറക്കെ ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കേവലം നാവുകൊണ്ട് പറയുന്ന അർത്ഥമില്ലാത്ത ഒരു വാക്കായിക്കൊണ്ടല്ല, മറിച്ച് അതിന് ഏറെ മഹത്തരമായ, ഏറെ ചിന്തനീയമായ ആശയങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട്, ജീവിത പാഠങ്ങളുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അവനാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ. അവനേക്കാൾ വലിയവനായി മറ്റാരുമില്ല. എല്ലാ വലിപ്പമുള്ളവരെക്കാളും വലിപ്പമുള്ളവൻ, എല്ലാ മഹത്വമുള്ളവരെക്കാളും മഹത്വമുള്ളവൻ, എല്ലാവരെക്കാളും വലിയവൻ. നമ്മളാകട്ടെ അള്ളാഹുവിൻ്റെ ആ റബ്ബിൻ്റെ അടിമകളാണ്, അവൻ്റെ അബദുകളാണ്. അവന് വേണ്ടി ജീവിക്കേണ്ട, അവന് വേണ്ടി ജീവിതം സമർപ്പിക്കേണ്ട, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിനു മുന്നിൽ ഇഷ്ടങ്ങളെ മാറ്റിവെക്കേണ്ട, അവൻ വെറുക്കുന്ന കാര്യങ്ങളെ വെറുക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അതാണ് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് റബ്ബ് പറഞ്ഞു, അസ്ലിം, നീ അല്ലാഹുവിന് കീഴ്പ്പെടുക, അല്ലാഹുവിന് നിന്നെ സമർപ്പിക്കുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീനിന്, ലോകങ്ങളുടെ റബ്ബായ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന് എന്നെ സമർപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവരാണ് മുസ്ലിമീങ്ങൾ. നമ്മൾ എല്ലാവിധ സ്വാതന്ത്ര്യവുമുള്ളവരല്ല, മറിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ള അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിക്കുന്നവരാണ്. അതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിക്കാത്തവർ മറ്റു പലതിൻ്റെയും അടിമകളായിരിക്കും. അവർ ഏതൊരു റബ്ബിന്റെ അടിമകളാകാൻ, ഏതൊരു റബ്ബിനെ അനുസരിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ, അതിനുവേണ്ടി പടക്കപ്പെട്ടുവോ, അതിൽ നിന്ന് രക്ഷപ്പെട്ടോടിയപ്പോൾ സ്വന്തം ദേഹേച്ഛയുടെയും
പിശാചിന്റെയും അടിമകളായി മാറി എന്ന് പറയപ്പെട്ട ആളുകളെ പോലെ ആകേണ്ടവരല്ല നമ്മൾ മുസ്ലിമീങ്ങളാണ്. മില്ലത അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. അല്ലാഹു അവനാണ് നിങ്ങളെ മുസ്ലിമീങ്ങൾ എന്ന് പേര് വിളിച്ചത്. ഈ ദീൻ ഏതെങ്കിലും പടപ്പുകളുടെ തലയിൽ ഉദിച്ച ദീനല്ല, ആളുകളുടെ തലച്ചോറിൽ ഉദിച്ച പ്രത്യയശാസ്ത്രമല്ല, മറിച്ച് ലോകങ്ങളുടെ റബ്ബ്, ആകാശഭൂമികളുടെ റബ്ബ് ആദം നബി അലൈഹിസ്സലാം ഏതൊരു റബ്ബിനെ ഇബാദത്ത് ചെയ്തോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏതൊരു റബ്ബിനെ ഇബാദത്ത് ചെയ്തോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു റബ്ബിന്റെ യഥാർത്ഥ അടിമയായി ജീവിച്ചുവോ, ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന, ആ റബ്ബിനെ ആരാധിക്കുന്ന, ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അവനാണ് ഏറ്റവും വലിയവൻ. അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടുത്താനുള്ളത് ആ റബ്ബിനെയാണ്. അവനല്ലാത്ത മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ കോപം വാങ്ങുന്നവരിൽ പ്രിയമുള്ളവരെ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവനൊരു കാര്യം കൽപ്പിച്ചാൽ അതിൽ പിന്നെ ശങ്കിച്ചു നിൽക്കുകയില്ല. അതിൽ സ്വന്തം നഫ്സിന്റെ താല്പര്യമോ ആളുകളുടെ താല്പര്യമോ ഒരിക്കലും പരിഗണിക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അതാ മക്കാ മണലാരണ്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പിഞ്ചുമൈതലായ ഇസ്മായിലിനെയും ഇസ്മായിലിന്റെ ഉമ്മയായ ഹാജറിനെയും ആ മണലാരണ്യത്തിലാക്കി പോകാൻ പറയുകയാണ്. ആരുമില്ല അവിടെ, ഒരു മനുഷ്യനില്ല, ഒരു കുട്ടിയില്ല, ഒന്നുമില്ല. ഹാജർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവിടെ ഇട്ടേച്ചു പോകുമ്പോൾ ചോദിച്ചതുപോലെ, ഓ ഇബ്രാഹിം, ഒരു മനുഷ്യനില്ലാത്ത, ഒന്നുമില്ലാത്ത ഇവിടെ ഞങ്ങളെ വിട്ടേച്ചു പോകുന്നത് എന്തിനാ? ആ അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു ആണോ നിങ്ങളോട് ഞങ്ങളെ ഇവിടെ ആക്കി പോകാൻ കൽപ്പിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, നഅം, അതെ. ഹാജർ പറയുന്നു, ഇദൻ ലാ യുദയ്യിഉന, എങ്കിൽ റബ്ബ് ഞങ്ങളുടെ കാര്യം പാഴാക്കി കളയുകയില്ല. അല്ലാഹു പാഴാക്കിയോ? ഒരിക്കലുമില്ല. അല്ലാഹു അവരുടെ കാര്യം വെറുതെ ആക്കിയോ? ഇല്ല, ഇല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. അതാ ആ മക്കാ മണലാരണ്യത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിയാളം അനുസരിച്ച് ആളുകൾ ചെന്നുകൊണ്ടിരിക്കുന്നു. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിറിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഓ ഇബ്രാഹിം, താങ്കൾ ഹജ്ജിനു വേണ്ടിയുള്ള വിളംബരം നടത്തൂ. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിറിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അതാ അവർ എല്ലാ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിക്കൊണ്ടും നടന്നുകൊണ്ടും ആ മക്കയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെയാക്കി, ഇസ്മായിലിനെയും ഹാജറിനെയും അവിടെയാക്കി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. എൻ്റെ റബ്ബേ, ഇതാ ഞാൻ എൻ്റെ സന്താനത്തെ, എൻ്റെ സന്താനത്തിന്റെ ഉമ്മയെ ഈ നിന്റെ ബൈത്തിന്റെ അരികിൽ ഒന്നുമില്ലാത്ത, ഒരു ഫലവർഗവുമില്ലാത്ത, ഒരു കൃഷിയുമില്ലാത്ത ഈ നാട്ടിൽ വിട്ടേച്ചു പോവുകയാണ്. റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ, അല്ലാഹുവേ അവർ നിസ്കാരം നിലനിർത്താൻ, ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം, അല്ലാഹുവേ ജനങ്ങളുടെ ഹൃദയങ്ങളെ അവരിലേക്ക് സ്നേഹത്തോടെ ചെല്ലുന്ന നിലയിലാക്കണമേ. വർസുഖ്ഹും മിനസ് സമറാത്ത്, അവർക്ക് കായ്കനികളിൽ നിന്ന് റിസ്ക് നൽകണമേ. ലഅല്ലഹും യഷ്കുറൂൻ, അവർ അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ വേണ്ടി. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബ് കൽപ്പിച്ചപ്പോൾ അതിൽ ശങ്കിച്ചു നിൽക്കാതെ, അതിൽ സ്വന്തം താല്പര്യമോ ആളുകളുടെ താല്പര്യമോ നോക്കാതെ അതനുസരിക്കുകയാണ്. പിഞ്ചുമൈതലായ ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്നു. അല്ലാഹു പറഞ്ഞതുപോലെ ഫലമ്മ ബലഗ മഅഹു സഅയ്, ഒരു പിതാവിന് സ്വന്തം കുഞ്ഞിനോട്, മകനോട് ഏറ്റവും സ്നേഹം തോന്നുന്ന പ്രായത്തിൽ ഉപ്പയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ അധ്വാനിക്കാൻ സാധിക്കുന്ന, സഹായിക്കാൻ സാധിക്കുന്ന, എന്നാൽ വളരെ വലുതായിട്ടുമില്ല ആ പ്രായത്തിൽ സുബ്ഹാനല്ലാഹ് അല്ലാഹു സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്. നബിമാരുടെ സ്വപ്നം അല്ലാഹുവിന്റെ വഹ്യാണ്. ഫലമ്മ ബലഗ മഅഹു സഅയ് ഖാല യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഇഫ്അൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. എൻ്റെ കുഞ്ഞുമോനെ, ഞാനിതാ സ്വപ്നത്തിൽ കാണുകയാണ്, റബ്ബനോട് കൽപ്പിക്കുകയാണ്, ഞാൻ നിന്നെ അറുക്കണമെന്ന്. ഫൻദുർ മാദാ തറാ, മോനെ നിനക്കെന്തു പറയാനുണ്ട്? ഖാല യാ അബതി ഇഫ്അൽ മാ തുഅമർ
സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഓന്റെ ഉപ്പ എന്താണോ അള്ളാഹു കൽപ്പിക്കുന്നത് അത് ചെയ്തോളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ക്ഷമാശീലരുടെ കൂട്ടത്തിൽ, അള്ളാഹുവിന്റെ കൽപ്പന ക്ഷമിച്ചനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ കാണാം ഇൻഷാ അല്ലാഹ് എന്ന് മകൻ പറയുകയാണ്. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽജബീൻ. മകനെ അതാ മുഖം താഴ്ത്തി ഇബ്രാഹിം അലൈഹിസ്സലാം അറുക്കാൻ കിടത്തുകയാണ്. മുഖം നേർക്ക് നേരെ കണ്ട്, മുഖാമുഖം കണ്ട് മനസ്സ് മാറാതിരിക്കാൻ. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽജബീൻ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين. അല്ലാഹു വിളിക്കുകയാണ്, ഓ ഇബ്രാഹിം, പരീക്ഷണം പൂർത്തീകരിച്ചിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു. എന്നിട്ടൊരു മഹത്തരമായ അറവ് മൃഗത്തെ, ഒരാടിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ അറുക്കാൻ നൽകുകയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു അക്ബർ. അതാണ് ആ പ്രവർത്തിക്കു പിന്നിൽ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അവന്റെ തൃപ്തിയെ പോലെ മറ്റൊരാളുടെ തൃപ്തിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കാര്യമായിരുന്നില്ല. അവരാണ് പ്രിയമുള്ളവരെ യഥാർത്ഥ മുസ്ലിമീങ്ങൾ. ഇസ്ലാം എന്നാൽ നീ അള്ളാഹുവിനെ നിന്നെ സമർപ്പിക്കലാണ്. നീ അള്ളാഹുവിനെ നിന്നെ സമർപ്പിക്കലാണ്. നിന്റെ നഫ്സിന്, നിന്റെ ദേഹേച്ഛയുടെ, ആളുകളുടെ താല്പര്യങ്ങൾക്ക് പിന്നാലെ പോകലല്ല. കാരണം അവനാണ് നിന്റെ റബ്ബ്. നീ അള്ളാഹുവിന്റെ അടിമയാണ്. അവനാണ് നിന്നെ പടച്ചത്. നിനക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യം ആണിനോ പെണ്ണിനോ അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകിയിട്ടില്ല. മറിച്ച് അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുന്നതിലാണ് പ്രിയമുള്ളവരെ എല്ലാ അന്തസ്സും എല്ലാ പ്രതാപവും ഉള്ളത്. അതിൽ നിന്ന് പുറത്തുപോയവരുടെ ജീവിതം നോക്കൂ നിങ്ങൾ. കാലികളെക്കാൾ മോശമായ ജീവിതത്തിലേക്ക് അവർ പോകുന്നത് കാണാം. കാരണം അവർ പിശാചിന്റെ അടിമകളായി തീർന്നിരിക്കുന്നു. സ്വന്തം ദേഹേച്ഛയുടെ അടിമകളായി അങ്ങനെയുള്ളവർ മാറിയിരിക്കുന്നു. ഈ തക്ബീറിലെ വാചകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാചകങ്ങളിൽ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വാക്ക്. പ്രിയമുള്ളവരെ, നമ്മെ അല്ലാഹു പടച്ചത് അതിനു വേണ്ടിയാണ്. സ്വർഗ നരകങ്ങൾ വേർതിരിക്കപ്പെട്ടത് അതിനു വേണ്ടിയാണ്. ഖലീലുർ റഹ്മാന്റെ ജീവിതം നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ, ആ ചരിത്രം എന്ന് പറയുമ്പോൾ, അത് തൗഹീദുമായി ഒരിക്കലും ഇടപിരിയാത്ത ജീവിതമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എത്ര തവണയാണ് അള്ളാഹു അവന്റെ കിതാബിൽ പറഞ്ഞത്, വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. ഓരോ ദിവസവും രാവിലെ നമ്മൾ പറയാറില്ലേ, അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വദീൻ നബിയിനാ മുഹമ്മദ് വമില്ലത്തി അബീനാ ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. എനിക്കിതാ നേരം വെളുത്തിരിക്കുന്നു ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ട്, ഇഖ്ലാസിന്റെ തൗഹീദിന്റെ വാചകത്തിലായിക്കൊണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലായിക്കൊണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ മില്ലത്തിലായിക്കൊണ്ട്. അവിടുന്ന് യഹൂദിയോ നസ്രാനിയോ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരോ ആയിരുന്നില്ല. മറിച്ച് എല്ലാ ശിർക്കിന്റെ വകവിഭേദങ്ങളിൽ നിന്നും തൗഹീദിലേക്ക് പരിപൂർണമായി തിരിഞ്ഞിട്ടുള്ള മുസ്ലിമായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ. സുബ്ഹാനല്ലാഹ്, തൗഹീദിന്റെ ഉജ്ജ്വലമായ പാഠങ്ങൾ. എന്ത് സംഭവിച്ചാലും തൗഹീദ് വിട്ടുകൊടുക്കുകയില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ഷിർക്കിനോടും കുഫ്റിനോടും ഒത്തുതീർപ്പില്ല എന്ന പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം എന്ന് പറയുന്നത്. അതാ പിതാവിനോടും, ബിംബാരാധകരായ പിതാവിനോടും ജനങ്ങളോടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുകയാണ്, ഇദ് ഖാല ലി അബീഹി വഖൗമിഹി ഇന്നനി ബറാഉൻ മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ. സോ പിതാവിനോടും അതുപോലെ ജനങ്ങളോടും പറഞ്ഞു, ഇന്നനി ബറാഉൻ മിമ്മാ തഅബുദൂൻ. നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു അല്ലാത്ത നിങ്ങളുടെ ഇലാഹുകൾ ഉണ്ടല്ലോ, അതിൽ നിന്നെല്ലാം ഇന്നനി ബറാഉൻ, എനിക്ക് യാതൊരു ബന്ധവുമില്ല, എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല, ഞാൻ എന്റെ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ. എന്നെ പടച്ച, എന്നെ സൃഷ്ടിച്ച അല്ലാഹുവിനോടൊഴികെ ഫഇന്നഹു സയഹ്ദീൻ, അവനാണ് എനിക്ക് വഴി കാണിക്കുന്നത്, എന്റെ മാർഗദർശി, എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവൻ എന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഖൗമിനോട് ചോദിച്ചു, അഫതഅബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുറുക്കും വലാ യൻഫഉക്കും. നിങ്ങൾ ആരാധിക്കുകയാണോ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത അല്ലാഹുവിന് പുറമേ ഉള്ള നിങ്ങളുടെ ഇലാഹുകളെ? അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഉഫ്ഫിൽ ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് അഫലാ തഅഖിലൂൻ. എന്തൊരവസ്ഥയാണ് നിങ്ങളുടെയും നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരുടെയും. പ്രിയമുള്ളവരെ,
ആ തൗഹീദിന്റെ നിർഭയത്വത്തിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തൗഹീദ് കൊണ്ടാണ് നമുക്ക് നിർഭയത്വം ലഭിക്കുക. എല്ലാ വിജയവും അന്തസ്സും പ്രതാപവും പ്രിയമുള്ളവരെ നമ്മുടെ കായിക ശക്തി കൊണ്ടല്ല, നമ്മുടെ രാഷ്ട്രീയ ഫലം കൊണ്ടല്ല, നമ്മുടെ പണം കൊണ്ടല്ല, വിദ്യാഭ്യാസം കൊണ്ടല്ല, തൗഹീദ് കൊണ്ടാണ്. പഠിച്ചു വെക്കൂ, മക്കളെ പഠിപ്പിക്കൂ. ഉമ്മത്തിന്റെ വിജയം, ഇസ്ലാമിന്റെ വിജയം, മുസ്ലിമീങ്ങളുടെ വിജയം തൗഹീദ് കൊണ്ടാണ്. മുസ്ലിമീങ്ങളുടെ വേർതിരിച്ചു നിർത്തുന്നത് തൗഹീദാണ്. തൗഹീദ് ഇല്ല എങ്കിൽ എന്ത് മുസ്ലിമീങ്ങൾ, എന്ത് സമുദായം, ഏത് ഉമ്മത്തിന്റെ പാരമ്പര്യവും അവരുടെ ശക്തിയെക്കുറിച്ചുമാണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറുക്കുകളിൽ, ഏലസുകളിൽ അഭയം തേടിയിട്ടിരിക്കുന്ന, ദർഗകളിൽ അഭയം തേടിയിരിക്കുന്ന, അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സാഹിറുകളുടെയും ജ്യോത്സ്യന്മാരുടെയും ഭാവി അറിയാമെന്ന് വാദിച്ചിരിക്കുന്നവരുടെയും പിന്നാലെ പോകുന്ന ഉമ്മത്തിൽ എന്ത് അന്തസ്സാണ്, അവരിൽ എന്ത് വിജയമാണ് നിനക്ക് കാണാനുള്ളത്? ഇല്ല സഹോദര, അവരിൽ ഒരു പ്രതീക്ഷയുമില്ല. തൗഹീദിലാണ് നമ്മുടെ പ്രതീക്ഷ, അവിടെയാണ് നിർഭയത്വമുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളോട് ചോദിച്ചതുപോലെ വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ ഈ പങ്കു ചേർത്തിട്ടുള്ള നിങ്ങളുടെ ഇലാഹുകളെ ഞാൻ എങ്ങനെ പേടിക്കാനാണ്, ഞാൻ എങ്ങനെ അവരെ ഭയപ്പെടാനാണ്? വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, അല്ലാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു, ഒരു തെളിവും അവൻ അവതരിപ്പിച്ചിട്ടില്ലാത്ത ശിർക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്നു, അതിൽ നിങ്ങൾ ആണ്ടുപോയിരിക്കുന്നു, അതിൽ നിങ്ങൾക്ക് യാതൊരു പേടിയും കാണുന്നില്ലല്ലോ. ഞാൻ എങ്ങനെ പേടിക്കാണ് നിങ്ങളുടെ ഇലാഹുകളെ, നിങ്ങളുടെ കയ്യിൽ കെട്ടിയിട്ടുള്ള ചരടുകളെ, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ദർഗകളിൽ കിടക്കുന്ന മൺമറഞ്ഞു പോയ ആളുകളെ ഞാൻ എങ്ങനെ ഭയപ്പെടാനാണ്? എനിക്ക് ഭയപ്പെടാൻ സാധ്യമല്ല. നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർത്തിരിക്കുന്നു എന്നതിൽ നിങ്ങൾക്ക് എന്തേ പേടിയില്ലാത്ത? അള്ളാഹു ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾക്ക് എന്തേ പേടിയില്ലാത്തത്? അറിയുമെങ്കിൽ പറയൂ, ഈ രണ്ട് കക്ഷികളിൽ ആർക്കാണ് പേടിയില്ലാതിരിക്കാൻ, നിർഭയരായിരിക്കാൻ ഏറ്റവും അവകാശമുള്ളത്, ഏറ്റവും അർഹതയുള്ളത്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ആരാണോ അല്ലാഹുവിൽ വിശ്വസിച്ചത്, ആ വിശ്വാസത്തിൽ ശിർക്ക് കലർത്താത്തത്, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് സന്മാർഗത്തിന്റെ ആളുകൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തൗഹീദ് മുറുകെ പിടിക്കൂ, തൗഹീദ് ആവർത്തിച്ചു പഠിക്കൂ. തൗഹീദിൽ നിന്ന് നമുക്കൊരിക്കലും തെറ്റാൻ പാടില്ല. നമ്മുടെ തൗഹീദിന് കോട്ടം സംഭവിച്ചുകൂടാ. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, തൗഹീദ് ആവർത്തിച്ചു പഠിക്കുന്ന, അതിലേക്ക് വിളിക്കുന്ന ആളുകളാവുക നമ്മൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ തക്ബീറിൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന മൂന്നാമത്തെ വാചകം വലില്ലാഹിൽ ഹംദ്. അള്ളാഹുവിനുള്ളതാണ് എല്ലാ സ്തുതിയും, അവനുള്ളതാണ് എല്ലാ ഹംദും. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാകേണ്ട മുഅ്മിനീങ്ങളെ, നമുക്കൊരിക്കലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവൻ ഇഷ്ടപ്പെടാത്ത വഴിയിൽ ഉപയോഗിച്ചാൽ നമ്മൾ അള്ളാഹുവിന് യഥാർത്ഥത്തിൽ സ്തുതികൾ അർപ്പിക്കുന്ന, അവന് നന്ദിയുള്ള ആളുകളാവുകയില്ല. വലില്ലാഹിൽ ഹംദ്, അള്ളാഹുവിനുള്ളതാണ് എല്ലാ സ്തുതിയും. അള്ളാഹു നിനക്ക് നൽകിയ ഈ ആയുസ് കൊണ്ട്, നിനക്ക് നൽകിയ ഈ യൗവനം കൊണ്ട്, നിനക്ക് നൽകിയ ഈ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട് അവൻ ഇഷ്ടപ്പെടാത്തത് നീ കണ്ടാൽ, അവൻ വെറുക്കുന്ന കാര്യം നീ കേട്ടാൽ, അവൻ ഇഷ്ടപ്പെടാത്ത കാഴ്ചയിലേക്ക്, നഗ്നതകളിലേക്ക് നീ നോക്കിയാൽ, സഹോദര, ആ കണ്ണിന് നീ എങ്ങനെ നന്ദിയുള്ളവനാകും? ഒന്ന് കണ്ണടച്ചു നോക്കൂ സഹോദര. അള്ളാഹുവിന്റെ നിഅമത്ത് നിനക്കറിയാം. ഇരുട്ടി ഇറങ്ങി വന്നാൽ നിനക്ക് മനസ്സിലാകും അള്ളാഹുവിന്റെ നിഅമത്ത് എത്ര വലുതാണ്. ഈ കാഴ്ചയുടെ അനുഗ്രഹം, ഈ കേൾവിയുടെ അനുഗ്രഹം, ഈ കൈകാലുകളുടെ നിഅമത്ത് എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന് നന്ദിയുള്ളവരാവുക. അവനെ ധിക്കരിക്കുന്നവർ അവർ നന്ദിയിലല്ല, അവർ നന്ദി കേടിനാലുണ്ട്. അള്ളാഹു നിങ്ങളെ പടച്ചിരിക്കുന്നു, എന്നിട്ട് നിങ്ങളിൽ നന്ദിയുള്ളവനുണ്ട്, നന്ദി കെട്ടവനുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. വഖലീലുൻ മിൻ ഇബാദിയ ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത്, ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത്, എന്നിട്ട് ചെറിയ എന്തെങ്കിലും തന്റെ താല്പര്യം അള്ളാഹുവിന്റെ ദീനിനെതിരായി വന്നാൽ അള്ളാഹുവിന്റെ ദീനിനെ പിന്നിലേക്ക് വെക്കുന്ന ആളുകൾ എവിടെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് എവിടെ?
നിങ്ങൾ നോക്കൂ തിന്മകളുടെ കാര്യങ്ങൾ. ഉമ്മത്ത് എവിടെ എത്തിപ്പോയിരിക്കുന്നു. അള്ളാഹു വിലക്കിയ സുബ്ഹാനല്ലാഹ് വൻ പാപങ്ങളിൽ ഈ ഉമ്മത്തിന്റെ സ്ഥിതി എന്താണ്? പലിശയുടെ കാര്യത്തിൽ ഈ ഉമ്മത്തിന്റെ സ്ഥിതി എന്താണ്? അള്ളാഹു അത് അവസാനിപ്പിക്കാത്തവരോട് പറഞ്ഞത് ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ എന്നാണ്. അള്ളാഹുവും അവന്റെ റസൂലും യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള തിന്മ. സുബ്ഹാനല്ലാഹ്, കൊടിയ ഉമ്മത്തിന്റെ സ്ഥിതി എന്താണ്? എത്ര നിസ്സാരമായ കാര്യങ്ങൾക്ക് ആളുകൾ ലോണുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രയാസവും അവർക്കില്ലാത്തതുപോലെ അതൊരു തിന്മയേ അല്ല എന്ന അവസ്ഥയിലേക്ക് ഉമ്മത്തെത്തിപ്പോയിരിക്കുന്നു. ആളുകൾക്ക് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ എന്തോ പിന്തിരിപ്പനെന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക്, അവന് നേരെ ചാടിക്കടിക്കാൻ വരുന്ന അവസ്ഥയിലേക്ക് ആളുകൾ പലിശയിൽ മുങ്ങിയിരിക്കുന്നു. നഊദു ബില്ലാഹ്. എവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത്? അവന്റെ വാഹനം ലോണിലാണ്, അവന്റെ വീട് ലോണിലാണ്. അത് പുതുക്കി പണിയാൻ അവൻ പുതിയ ലോൺ എടുത്തിരിക്കുന്നു, പലിശ അടച്ചുകൊണ്ടിരിക്കുന്നു, ചിലർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടപാടുകളിൽ ആളുകൾ മുങ്ങിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് അള്ളാഹു നമുക്ക് വിജയം നൽകുക? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മലമുകളിൽ നിർത്തി, ഞാൻ കൽപ്പിച്ചാലല്ലാതെ താഴേക്ക് ഇറങ്ങി വരുത്, ഇറങ്ങി വരാൻ പാടില്ല എന്ന നബിയുടെ ഒരു കൽപ്പന ധിക്കരിച്ചപ്പോൾ 70 സഹാബിമാർ കൊല്ലപ്പെട്ടുവെങ്കിൽ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ, അള്ളാഹുവും അവന്റെ റസൂലും യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള കൊടിയ തിന്മകളിൽ ആണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിന് എങ്ങനെയാണ് പ്രിയമുള്ളവരെ വിജയം ലഭിക്കുക? അള്ളാഹുവിന്റെ നിഅമത്ത് ഒന്നുകൊണ്ട് മാത്രം, അള്ളാഹുവിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ഈ ഉമ്മത്ത് നിന്നുപോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ചില ആളുകൾ, ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ സഹായം വരുമെന്നാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഞാൻ കാത്തിരിക്കുന്നത് നിങ്ങൾക്കുമേൽ ആകാശത്തു നിന്ന് കല്ലുമഴ പെയ്യുന്നതാണ്. അഥവാ നിങ്ങളുടെ അമൽ എങ്ങനെയാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഈ രൂപത്തിൽ ഉമ്മത്തിന്റെ അവസ്ഥ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ മക്കളുടെ കാര്യം എന്താണ്? മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു വിഭാഗം ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? അവരുടെ ചെറിയ പ്രായത്തിൽ അവരുടെ ദീനീ വിദ്യാഭ്യാസത്തിന്, ദീനനുസരിച്ച് അവർ വളരുക എന്നതിന് മാതാപിതാക്കൾ, ഈ ഉമ്മത്തിലെ വലിയൊരു സമൂഹം യാതൊരു വിലയും കൊടുത്തിട്ടില്ല. മറിച്ച് ഭൗതിക വിദ്യാഭ്യാസം, ഏറ്റവും നല്ല സ്കൂൾ ഏതാണ്? ഈ രാജ്യത്തെ, ലോകത്തെ ഏറ്റവും നല്ല സിലബസ് എവിടെയാണോ പഠിപ്പിക്കുന്നത് അവിടെ കൊണ്ടുപോയി ചേർക്കും. അവിടെ നിസ്കാരമുണ്ടോ? പ്രശ്നമല്ല. ദുഹറും അസ്റും ആ കുട്ടി സ്കൂളിൽ കഴിച്ചു കൂട്ടുകയാണ്, നിസ്കരിക്കുന്നില്ല, അതിന്റെ വഖ്ത് കഴിഞ്ഞു പോയിരിക്കുന്നു. അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഫാതത്ഹു സലാത്തുൽ അസ്ർ ഫകഅന്നമാ ഉതിറ അഹ്ലുഹു വമാലുഹു. ഒരുവന് അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവന്റെ കുടുംബവും അവന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയ ഒരുവനെ പോലെയാണ് അവന്റെ സ്ഥിതി. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. സൂര്യൻ അസ്തമിക്കുമ്പോഴേക്ക് കുടുംബക്കാർ മുഴുവൻ മരിച്ചു പോവുക, സമ്പത്ത് മുഴുവൻ കത്തിപ്പോവുക. എന്തൊരവസ്ഥയിലായിരിക്കും ഒരുവൻ അങ്ങനെ ഒന്ന് സംഭവിച്ചാലായി പോവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും നഷ്ടപ്പെട്ടു പോയതുപോലെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ർ നിസ്കാരം ഖന്തഖ് യുദ്ധത്തിൽ മുടങ്ങിപ്പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറ ശഗലൂന അനിസ് സ്വലാത്തിൽ വുസ്താ. അവരുടെ ഖബറുകളും അവരുടെ വീടുകളും അല്ലാഹു തീ നിറക്കട്ടെ. സലാത്തുൽ വുസ്ത, അസ്ർ നിസ്കാരം നിസ്കരിക്കുന്നതിൽ നിന്ന് മുടക്കി കളഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ ഉമ്മത്തിന്റെ സ്ഥിതി എന്താണ്? ചെറിയ കുട്ടിയാണ്, വലിയ പ്രായമൊന്നും ആയിട്ടില്ല, നാളെ അവൻ ഡോക്ടറാകാൻ പോകുന്നില്ല, എഞ്ചിനീയർ ആകാൻ പോകുന്നില്ല, അത്രയും ചെറിയ പ്രായമാണ്. പക്ഷേ കുട്ടികളുടെ അവരുടെ വിദ്യാഭ്യാസത്തിന് അതിന് നൽകേണ്ടതല്ലാത്ത, ഒരിക്കലും അത്രയും അർഹതയില്ലാത്ത പ്രാധാന്യം നൽകുന്നു. ദീൻ വളരെ പിന്നിലാണ്. അത് അവന്റെ ഏറ്റവും അവസാനമുള്ള നമ്പറിൽ മാത്രമാണ് അവന്റെ പരിഗണന. എന്താണ് ഫലം? എന്താണ് ഉണ്ടായത്? ആളുകൾ ഇതാ വിലപിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മയക്കുമരുന്നിന്റെ പിന്നാലെയാണ്. സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ ശിക്ഷയാണോ എന്ന് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ പാഴാക്കി കളഞ്ഞപ്പോൾ അതാ മുജ്രിമുകൾ, കുറ്റവാളികൾ, മയക്കുമരുന്നിന്റെയും വൃത്തികേടിന്റെയും ഒക്കെ ആളുകൾ അവരെ റാഞ്ചി കൊണ്ടുപോയി. ദീനാണ് എനിക്ക് വലുത്, അള്ളാഹുവിന്റെ തൃപ്തിയാണ് എനിക്ക് വലുത്, അള്ളാഹു ഇത് വിലക്കിയിരിക്കുന്നു, ഈ ലഹരി എനിക്ക് പാടില്ല, ഞാൻ ബോധത്തോടെ ജീവിക്കേണ്ടവനാണ് എന്ന പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ഉമ്മത്ത് മറന്നുപോയി. കുട്ടികൾക്ക് അത് ഓർമ്മയില്ല. പിന്നെ അവർക്ക് സുഖം ലഭിക്കുന്ന എന്തിൻ്റെയും പിന്നാലെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. അള്ളാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു പോവുക എന്നതല്ലാതെ പരിഹാരമില്ല. അല്ലാതെ ലഹരിയുടെ പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് നീ എത്ര പറഞ്ഞു കൊടുത്തിട്ടും യാതൊരു കാര്യവുമില്ല.
അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവന് അവൻ സുഖം കിട്ടുന്ന കാര്യം എന്തോ അതിന്റെ പിന്നാലെ പോകും. അള്ളാഹുവിന്റെ തൃപ്തിയാണ് വലുത്. റബ്ബിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, സ്വർഗമുണ്ട്, നരകമുണ്ട്, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കാത്തവൻ എന്തിന് തിന്മകൾ ഉപേക്ഷിക്കണം? എന്തിനവൻ തിന്മകൾ ഉപേക്ഷിക്കണം? ഈ ലോകത്ത് സാധിക്കുന്നത്ര സുഖിച്ച് ജീവിക്കുകയല്ലാതെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദീനിലേക്ക് തിരിച്ചു പോവുക, അള്ളാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു പോവുക. ഔറത്തുകൾ മറക്കുന്ന സ്ത്രീകളുടെ, പുരുഷന്മാരുടെ, ചെറുപ്പക്കാരുടെ, യുവതികളുടെ, യുവാക്കളുടെ എണ്ണം എത്ര കുറഞ്ഞു പോയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിശാച് അവന്റെ പ്രവർത്തനമാണ് വസ്ത്രങ്ങൾ ഉരിയുക എന്ന്. അള്ളാഹു ശൈത്താനെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ആദമിന്റെയും ഹവ്വാഇന്റെയും വസ്ത്രം ഉരിയാൻ അവൻ ശ്രമിച്ചു, അവരുടെ ഔറത്തുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അവന്റെ പ്രവർത്തനമാണ് സുബ്ഹാനല്ലാഹ് വസ്ത്രങ്ങൾ ഉരിയുക, നഗ്നത പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അപസ്മാരം ബാധിച്ച മഹദിയായ ഒരു സഹാബി വനിത വരികയാണ്. നബിയെ, എൻ്റെ ഈ രോഗം മാറാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, അള്ളാഹു നിനക്കത് മാറ്റിത്തരും. അതല്ല എങ്കിൽ നീ ക്ഷമിക്കുക, സ്വർഗമുണ്ട്, രണ്ടിലേത് വേണം. സുബ്ഹാനല്ലാഹ്. ആ സ്ത്രീ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം മതി. പക്ഷേ അപസ്മാരമുണ്ടായാൽ ശരീരം ഇളകി എൻ്റെ വസ്ത്രം മാറിപ്പോകുന്നു, ആളുകൾ ഔറത്ത് കാണുന്നു. അതുകൊണ്ട് അപസ്മാരമുണ്ടായാലും എൻ്റെ ഔറത്ത് വെളിപ്പെടാതിരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുക. പ്രിയമുള്ളവരെ, ഏത് അപസ്മാരം ബാധിച്ചിട്ടാണ് നമ്മുടെ സ്ത്രീകൾ, യുവതികൾ അവരുടെ വസ്ത്രം കരുതി കൂട്ടി നീക്കിക്കൊണ്ടിരിക്കുന്നത്? അവളുടെ ശരീരഭാഗങ്ങൾ ആളുകളെ കാണിച്ചു കൊണ്ടിരിക്കുന്നു. മുമ്പത് റോട്ടിലിറങ്ങി അവളെ കാണുന്ന ആളുകൾ മാത്രമേ അത് വീക്ഷിക്കുമെങ്കിൽ ഇന്ന് ലോകമൊട്ടാകെ കാണുന്ന രൂപത്തിൽ അവളുടെ നഗ്നത അവൾ പ്രദർശിപ്പിക്കുകയാണ്. വിവാഹവേളയിൽ അതിൻ്റെ തലേന്നും പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നുമൊക്കെ ആളുകൾ ഔറത്ത് മറക്കാത്ത, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ മുന്നിൽ ആദ്യത്തെ രാത്രി ചെല്ലുമ്പോൾ അവൾ എത്ര അണിഞ്ഞൊരുങ്ങി നിൽക്കുമോ അതുപോലെ അണിഞ്ഞൊരുങ്ങി അവളുടെ ഫോട്ടോയും വീഡിയോയും ലോകമൊന്നാകെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. വിവാഹം നടക്കുന്ന വീട്ടിൽ ആണുങ്ങളില്ലേ, പുരുഷന്മാരില്ലേ? പുരുഷന്മാരെ, യഥാർത്ഥ പൗരുഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൈറത്തിലാണ്, നിങ്ങളുടെ ധാർമ്മിക രോഷത്തിലാണ്. വീട്ടിലെ സ്ത്രീകൾ എന്ത് ചെയ്താലും, പെൺമക്കളും അതുപോലെ സഹോദരിമാരും എന്ത് ചെയ്താലും, ആരൊക്കെ അവരുടെ ഔറത്തുകൾ കണ്ടാലും, ലോകത്തുള്ള മുഴുവൻ ആളുകളും അവരുടെ ഔറത്ത്, നിന്റെ സഹോദരിയുടെ, നിന്റെ ഭാര്യയുടെ, നിന്റെ പെൺമക്കളുടെ ഫോട്ടോയാണ് സഹോദര ആളുകൾ കാണുന്ന രൂപത്തിൽ മറ്റുള്ളവർ സ്റ്റാറ്റസായി വെക്കുന്നത്. നിനക്കൊരു പ്രശ്നം തോന്നുന്നില്ലേ? എവിടെ പോയി നിന്റെ പൗരുഷം? സുബ്ഹാന, ജാഹിലിയത്തിലെ അറബികൾക്ക് ഇതിനേക്കാൾ പൗരുഷം ഉണ്ടായിരുന്നു, ധാർമ്മിക രോഷമുണ്ടായിരുന്നു. ഭൂശിരിക്കുകളായ അറബികൾക്ക് സുബ്ഹാനല്ലാഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ, ആ ദീനിലെ സഹാബി വനിതകൾ ഇങ്ങനെയായിരുന്നു. ഹാജർ ഇങ്ങനെയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ സാറ ഇങ്ങനെയായിരുന്നു. ആലോചിക്കുക, ചിന്തിക്കുക. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ ദീൻ പാലിക്കുക, അള്ളാഹുവിന്റെ നിഅമത്തുകൾ അവൻ ഇഷ്ടപ്പെടാത്ത വഴിയിൽ പ്രിയമുള്ളവരെ ഉപയോഗിക്കാതിരിക്കുക. 5 നേരത്തെ നിസ്കാരം നമ്മുടെ മക്കളെ അക്കാര്യം നന്നായി ശ്രദ്ധയോടെ ഉണർത്തുക, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക. പ്രിയമുള്ളവരെ, പെരുന്നാളിന്റെ ദിനം അത് ദാനധർമ്മത്തിന്റെ ദിനമാണ്. അത് സന്തോഷം പ്രകടിപ്പിക്കുന്നതിന്റെ, സന്തോഷം കൈമാറുന്നതിന്റെ ദിനമാണ്. അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അയ്യാമുത്തശ്രീഖ് വരാനിരിക്കുന്നു, 11, 12, 13. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രിൻ ലില്ലാഹി തആല. ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അള്ളാഹുവിനെ സ്മരിക്കാനുമുള്ള ദിനങ്ങൾ. അതുകൊണ്ട് ഇനിയുള്ള 3 ദിനങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കുക, ഉദ്ഹയ്യത്ത് മാംസം ഭക്ഷിക്കുക, അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുക, തക്ബീറുകൾ ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനനുസരിച്ച് ജീവിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റി ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹജ്ജിന് ചെന്നിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ അത് ഏറ്റവും നന്നായി നിർവഹിക്കാനും, എന്നിട്ട് സുരക്ഷിതരായി സന്തോഷപൂർവ്വം അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്താനും റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد وصلى الله وسلم وبارك وأنعم على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.